അതായത് നമ്മൾ ഈ ഇനിഷ്യേറ്റീവിനോടൊപ്പം റിപ്പോർട്ടർ ടിവിയും കേരള പോലീസും ഒപ്പം ബേപ്പൂർ എം എൽ എ, കാര്യം ബേപ്പൂർ എം എൽ എക്ക് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിനും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് നമ്മൾ CSR എടുക്കും, മറ്റുള്ള ആളുകളുടെ സഹകരണം തേടും. ഓരോ പഞ്ചായത്തുകളിലേക്കും നമുക്ക് ഇത് എത്തിക്കാൻ പറ്റണം, സ്കൂളുകളിലേക്കും റെസിഡൻസ് അസോസിയേഷനിലേക്ക് എത്താൻ പറ്റും. സ്കൂളുകളിൽ എത്തിയാലുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ ഞങ്ങൾ ചെസ്സ് കളിക്കാൻ പുറത്ത് പോയി കളിക്കാറുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് സ്കൂളിലൊരു ചെസ് റൂം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരുന്നു ചെറുപ്പത്തിൽ. ഞാനിത് 1-ാം ക്ലാസ്സിലെ അടുത്ത വീട്ടിലെ കുട്ടികളുടെ കൂടെ കളിച്ച് പഠിച്ചാണ്, 1-2 ക്ലാസ്സൊക്കെ ആയപ്പോൾ. നമുക്ക് ഈ ഇതിൻ്റെ മറ്റേ ഓരോ നീക്കങ്ങളുടെ ഇതൊക്കെ എഴുതി അങ്ങനെയുള്ള പഠനമല്ല, പ്രൊഫഷണലല്ലായിരുന്നു നമ്മളല്ലാതെ. ഇപ്പോഴും പ്രൊഫഷണലൊന്നുമല്ല, നമ്മളിങ്ങനെ കളിക്കും. അപ്പോൾ ഞാനിപ്പോൾ കോവിഡിന് ശേഷം ഞാൻ കണ്ടൊരു കാര്യം, കോവിഡിന് ശേഷം പൊതുവേ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നുള്ളൊരു പ്രശ്നം വരുന്നു. നമുക്കൊന്നിൽ ശ്രദ്ധ ചെലുത്താൻ അധിക സമയം പറ്റുന്നില്ല. അപ്പോൾ റീൽസും ഷോർട്സും ഉള്ള ആളുകൾ നീണ്ടൊരു പ്രസംഗമോ പരിപാടിയോ തന്നെ കാണുന്നില്ല, ഷോർട്സ് റീൽസൊക്കെ അല്ലേ. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് പോലുള്ള പ്രശ്നം വരുന്നു. ചിലത് പഴയ കാര്യം ഓർമ്മ ഉണ്ടാവും, ഒരാഴ്ച മുമ്പത്തെ ഓർമ്മ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഒരു 1.5 മാസമായിട്ടൊരു മെൻ്റൽ എക്സസൈസ് മൊബൈലിൽ ചെസ്സ് ഇതാക്കി വെച്ച് എല്ലാ ദിവസവും 2-3 കളി കളിക്കുന്നുണ്ട്. ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റും നമ്മുടെ മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ അതിന് സാധ്യമാകുന്നു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ സംരംഭത്തിന് റിപ്പോർട്ടർ ടിവിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ട്.